Hello my dear students, welcome back to Business Regulation Session 63. അപ്പോൾ നമ്മളങ്ങനെ നമ്മളുടെ ബിസിനസ് റെഗുലേഷൻ്റെ ലാസ്റ്റ് സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആവുകയാണ്. ഇന്ന് നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മളുടെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ വിവര അവകാശ നിയമം അനുസരിച്ച് നമ്മുടെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അവിടെ അപേക്ഷിക്കാനായിട്ട് പറ്റുക, പ്രത്യേകിച്ച് നമ്മുടെ കേരള സ്റ്റേറ്റിൽ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ വിവരാവകാശം അനുസരിച്ച് ഒരു പർട്ടിക്കുലർ വിവരണം കിട്ടാനായിട്ട് നമ്മളുടെ ആർ ടി ഐ ആക്ട് അനുസരിച്ച് കേരളത്തിൽ എങ്ങനെ ഇത് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിക്വസ്റ്റ് എഴുതി ഒരു ആപ്ലിക്കേഷൻ എഴുതിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസ്, ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഇല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ കേരളത്തിലായതുകൊണ്ട് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ ശേഷം എന്തിനെക്കുറിച്ചാണ് നമുക്ക് വിവരം വേണ്ടത്, അത് എന്ത് വിവരമാണെന്നൊക്കെ അതിൽ വ്യക്തമായി എഴുതി നമ്മൾ അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷയുടെ കൂടെ ഗവൺമെൻറ് ഓഫ് കേരള പ്രിസ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ കേരള റൈറ്റ് ടു ഇൻഫർമേഷൻ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫീസ് അത് അടച്ചിരിക്കണം. ആ ഫീസ് എന്ന് പറയുന്നത് ഇപ്പം ആപ്ലിക്കേഷൻ ഫീസ് 10 രൂപയാണ്. അത് നമ്മൾ ഒരു കോപ്പി സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ട്രഷറിയിൽ അവർക്ക് പറയുന്ന ചില അക്കൗണ്ട് നമ്പേഴ്സ് ഉണ്ട്. 0070 അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, 60 അതർ സർവീസ്, 118 അതർ റെസിപ്റ്റ്സ്, 99 ഫോർ അതർ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഏത് കാറ്റഗറി ആണെന്നുള്ളത് പറയും. അപ്പോൾ ആ കാറ്റഗറിയിലേക്ക് നമുക്ക് ആ പൈസ അടച്ചു കൊടുക്കാം. ഓക്കെ, സോ ആ രീതിയിലാണ് നമ്മൾ ആപ്ലിക്കേഷനും അതിൻ്റെ ഫീസും അടയ്ക്കേണ്ടത്. ഓക്കെ, നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് നമുക്കിപ്പം ഏത് സെക്ഷനിലേക്കാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അത് ക്യാഷ് റെമിറ്റൻസ് ആയിട്ടോ ഡിമാൻഡ് ഡ്രാഫ്റ്റോ ബാങ്ക് ചെക്കോ പേ ഓർഡർ ആയിട്ടൊക്കെ നമുക്ക് പേ ചെയ്യാം. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണോ, ആർക്കാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലാതെയുള്ള ആളാണെങ്കിലും അവർക്കും ക്യാഷ് റെമിറ്റൻസോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റോ ആവാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ പറയുന്ന നമ്മളുടെ സാധാരണ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഓഫീസറാണ് നമ്മളുടെ ഈ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നവർ. അതുകൂടാതെ ഇപ്പോൾ ഏതെങ്കിലും ഏജൻസിയാണ്, അത് ഗവൺമെൻറ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഏജൻസി ആണെങ്കിൽ അതാണ് നമ്മൾ അതർ ദെൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇതുപോലെ തന്നെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ, ഈ ഫീസ് അടച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്, കൺസേൺ അതോറിറ്റിക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് സ്റ്റേറ്റ് പബ്ലിക് ആരാണ് അവിടെ ഉള്ളത്, അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആണോ, ആരാന്ന് വെച്ചാൽ അവർക്ക് അത് നമ്മൾ കൊടുക്കണം. അതിൽ എന്തൊക്കെ ഇൻഫർമേഷനാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ഇപ്പോൾ ചില അപ്ലിക്കൻസിന് സപ്പോസ് എഴുതാനായിട്ട് പറ്റാത്തവരുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവർ, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും അവർ ഓറലായിട്ട് റിക്വസ്റ്റ് തരുന്നത് റിട്ടേൺ ആയിട്ടുള്ള ഫോമിലേക്ക് അവർ കൺവേർട്ട് ചെയ്യുകയും വേണം. അതുപോലെ ബിലോ പോവർട്ടി ലെവലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതുമില്ല. ഓക്കെ, ഓക്കെ, നമ്മൾ ബിലോ പോവർട്ടി ലെവലുള്ള ആൾക്കാർക്ക് ആപ്ലിക്കേഷൻ്റെ ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല. അപ്പം അവർ അപേക്ഷ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അവരുടെ BPL സർട്ടിഫിക്കറ്റ് കൊടുക്കണം. സപ്പോസ് ഇപ്പോൾ അവർ റൂറൽ ഏരിയാസിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറിൻ്റെ നിന്നാണ് ഈ BPL സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത്. അതല്ല അർബൻ ഏരിയാസിലാണെങ്കിൽ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയിൽ നിന്നായിരിക്കും അവർ ആ BPL സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഈ പറയുന്ന ആപ്ലിക്കൻ്റ് ഒരു പ്രത്യേക കാര്യമുണ്ട്.
അവർ ആപ്ലിക്കേഷൻ ഇന്ന ഇൻഫർമേഷൻ വേണമെന്ന് പറഞ്ഞ് റിക്വയർ ചെയ്യുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് അവിടെ ഇൻഫോം ചെയ്യേണ്ട ആവശ്യമില്ല, അത് റിലീവ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് നിയമം പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ആ റിക്വസ്റ്റ് അവിടെ സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, വൺസ് ഈ പറയുന്ന സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു അപ്ലിക്കൻ്റെ അടുത്തു നിന്നും റിക്വസ്റ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഫീസൊക്കെ പേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കി അവർ അത് ഉറപ്പ് വരുത്തും. ഓക്കെ, ഇനി എന്തെങ്കിലും അത് അവർ സ്വീകരിക്കും. ഇനി എന്തെങ്കിലും നമ്മളുടെ RTA ആക്ട് പ്രകാരം സെക്ഷൻ 8(9) പ്രകാരം ഉള്ള എന്തെങ്കിലും കാരണമാണെങ്കിൽ ആ കാരണം വെച്ച് അവർ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇത് 30 ദിവസത്തിൻ്റെ ഉള്ളിലാണ് അത് അവർ ഒന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തതായിട്ടോ അവരെ അറിയിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മളുടെ അപ്ലിക്കൻ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആ അപ്ലിക്കൻറ്റിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട്, ആ അപ്ലിക്കൻറ്റിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, അയാളുടെ നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എന്തായാലും ഈ പറയുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആ ഇൻഫർമേഷൻ വിത്തിൻ 48 hours, അതായത് 2 daysനുള്ളിൽ കൊടുത്തിരിക്കണം. ഇനി നമ്മളുടെ റിക്വസ്റ്റ് അവിടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സ്വീകരിച്ച് വെച്ചിട്ട് യാതൊരു തീരുമാനം എടുക്കുന്നില്ല, നമ്മൾ ഈ പ്രിസ്ക്രൈബ് ടൈമിനുള്ളിൽ, ഇപ്പോൾ നമ്മൾ 30 ദിവസമാണല്ലോ പറഞ്ഞത്, 30 ദിവസത്തിനുള്ളിൽ ഒരു വിവരം കിട്ടുന്നില്ല, അത് അവർ സ്വീകരിച്ചിട്ട് നമുക്ക് റെലവൻറ്റ് ഇൻഫർമേഷൻ തരുന്നോ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്തെന്നോ ഒന്നും ആയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു റിക്വസ്റ്റ് അവർ റിഫ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ അപ്ലിക്കൻ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് മാത്രമാണല്ലോ അടയ്ക്കുന്നത്, അതടച്ചിട്ടാണ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇന്ന ആപ്ലിക്കേഷനിൽ ഇന്ന വിവരങ്ങളാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മളുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഇൻഫർമേഷൻ എടുക്കാനായിട്ട് എത്ര ഫീസാണ് വേണ്ടതെന്നുള്ളത് അവരാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയുമ്പോൾ ആ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രഷറിയിൽ അടയ്ക്കേണ്ടത്. അല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ്, മറ്റേ ആപ്ലിക്കേഷൻ ഫീസ് ട്രഷറിയിൽ അടിക്കുക, ബാക്കി പറഞ്ഞ പേയ്മെൻറ്റ് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടയ്ക്കണം. ഓക്കെ, സോ നമ്മൾ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വൺസ് ഈ പറയുന്ന റിക്വസ്റ്റ് സ്വീകരിച്ച് ആ ക്യാഷ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ അപ്ലിക്കൻറ്റിന് ഒരു ഇൻറ്റിമേഷൻ കൊടുക്കുക, നിങ്ങളിങ്ങനെ റിക്വസ്റ്റ് അയച്ചതിന് ഇത്ര കോസ്റ്റ് വരും എന്നുള്ളത്. അപ്പോൾ ആ കോസ്റ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് അത് ഫീസ് പേ ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ ഫീസുകൾ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പം എന്തെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ A4 സൈസ് പേപ്പറിന് പെർ പേപ്പർ 2 rupees, പിന്നെ വലിയ പേപ്പർ ആണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ചാർജ്, പിന്നെ ഏതെങ്കിലും സാമ്പിളോ മോഡൽ മാപ്സ് പ്ലാൻസ് അതിന് ആക്ച്വൽ പ്രൈസ്, പിന്നെ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ നടത്തണമെങ്കിൽ 1 മണിക്കൂറിന് ഫീസില്ല, അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഓരോ 30 minutesനും 10 rupees വെച്ചിട്ട് ആണ് ഫീസ് ഈടാക്കുന്നത്. അപ്പോൾ ആ പറയുന്ന ഫീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ ഈ പറയുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതായത് കൺസേൺ അക്കൗണ്ടിൽ നമുക്ക് അടയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ബിലോ പോവർട്ടി ലെവലിലുള്ള ആൾക്കാർക്ക് ആപ്ലിക്കേഷൻ ഫീസ് എക്സംപ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള ഫീസും എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഗവൺമെൻറ് ഓഫ് കേരള എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സ് അതുപോലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻസിന് അവർക്ക് വേണ്ട ആ ഒരു സർട്ടിഫിക്കറ്റ് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് കൊടുക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പം നമ്മളുടെ നമുക്ക് കിട്ടേണ്ട ഇൻഫർമേഷൻ അതിപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിൽ ലൈക്ക് നമ്മൾ അപ്ലൈ ചെയ്ത ആ പ്രിസ്ക്രൈബ് ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ പബ്ലിക് അതോറിറ്റി നമുക്ക് അതിനുള്ള അനുവാദം തരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഫീസൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ റിക്വസ്റ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിജക്റ്റ് ചെയ്ത കാരണം അവർ ബോധ്യപ്പെടുത്തണം, ഇന്ന കാരണം കൊണ്ടാണ് റിജക്റ്റ് ചെയ്തതെന്നുള്ളത്.
ഓക്കെ. അപ്പോൾ നമ്മളുടെ ഈ പറയുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇപ്പോൾ സപ്പോസ് റിഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് റിജക്റ്റ് ചെയ്തത്, അതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തണം. ഇനി നമ്മുടെ ഈ പറയുന്ന റിക്വസ്റ്റ് കൊടുത്ത പേഴ്സണ് ഇനി അപ്പീലിന് പോകണമെങ്കിൽ എത്ര സമയത്തിനുള്ള അപ്പീലിന് പോകാമെന്നുള്ളത് പറയാം. അത് ഏത് അപ്പലേറ്റ് അതോറിറ്റിയുടെ അടുത്താണ് അത് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം കൂടി പറഞ്ഞു കൊടുക്കാം. നമ്മുടെ RTA ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻഫർമേഷൻ കമ്മീഷന് ഈ പറയുന്ന പബ്ലിക് അതോറിറ്റിയുടെ പുറത്ത് ഒരു റിക്വയർമെൻറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കംപ്ലയിൻറ്റ് കൊടുത്ത വ്യക്തിക്ക് എന്തെങ്കിലും നഷ്ടമോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വന്നാൽ അത് കോമ്പൻസേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ആക്ട് പറയുന്നുണ്ട്. ഇനി നമ്മളുടെ ഈ ഇൻഫർമേഷൻ ഓഫീസേഴ്സ് എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പെനാൽറ്റി ഈ കംപ്ലയിൻറ്റിന് കൊടുക്കേണ്ട ഇതും കൂടി നമ്മുടെ ആക്ട് പറയുന്നുണ്ട്. അത് കമ്മീഷനാണ് ആ ഒരു ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ വന്നാലാണ് ഇത്തരത്തിലുള്ള പെനാൽറ്റി വരുന്നതെന്നുള്ളത് നോക്കാം. അതായത് ഒരു കാരണം ശരിക്കും തക്കതായിട്ടുള്ള കാരണമില്ലാതെ ഈ പറയുന്ന ആപ്ലിക്കൻറ്റിൻ്റെ റിക്വസ്റ്റ് റിഫ്യൂസ് ചെയ്ത്, ഓക്കെ, അത് സ്പെസിഫൈഡ് ടൈമിൻ്റെ ഉള്ളിൽ അത് ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്യാതെ റിഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പെനാലിറ്റി ആ ഓഫീസർക്ക് ഈ അപ്ലിക്കൻറ്റിന് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ഒക്കെ നടത്തിക്കൊണ്ട് ഇൻഫർമേഷൻ റിക്വസ്റ്റിനെ തടസ്സപ്പെടുത്തുക, അതുപോലെ ഇൻകറക്റ്റ് ആയിട്ടുള്ളതും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക, പിന്നെ ഈ അപേക്ഷിച്ച അനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാതെ ആ ഇൻഫർമേഷൻ ഡിസ്ട്രോയ് ചെയ്യുക, പിന്നെ ഏതെങ്കിലും തരത്തിൽ ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ ആപ്ലിക്കൻറ്റിന് പെനാൽറ്റി കൊടുക്കണമെന്ന് നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷൻ അവരുടെ അടുത്ത് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ആ പെനാൽറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അപ്ലിക്കേഷൻ കൊടുത്ത ആ ദിവസം തൊട്ട് എത്ര ദിവസമാണ് പെൻഡിങ് വന്നത്, ഓരോ ദിവസം 250 രൂപ വെച്ച് 25,000 രൂപയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ലാത്തത്രയും ഒരു പെനാൽറ്റിയാണ് ഈ ഇൻഫർമേഷൻ ഓഫീസർ അപ്ലിക്കൻറ്റിന് കൊടുക്കാനായിട്ട് സ്റ്റേറ്റ് കമ്മീഷൻ ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇത്തരത്തിലുള്ള പെനാലിറ്റി ഈ പറയുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഓഫീസറോ അപ്ലിക്കൻറ്റിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഇമ്പോസിങ് നമ്മുടെ കമ്മീഷൻ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ ആ പെനാൽറ്റി ഈ പറയുന്ന ഓഫീസർക്ക് ചുമത്തുന്നതിന് മുമ്പായിട്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും അവരുടെ ഭാഗം തെളിയിക്കാനായിട്ട്. അപ്പോൾ അവർ വളരെ സത്യസന്ധമായിട്ടാണ്, വളരെ കാര്യഗൗരവമായിട്ടാണ് ഈ ഒരു അപ്ലിക്കൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തതെന്നുള്ളത് അവർ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ആ പെനാൽറ്റി അവർക്ക് കൊടുക്കേണ്ടതില്ല. അത് കമ്മീഷന് ബോധ്യമായാൽ അതിൽ നിന്നും അവർക്ക് ഇതായി പോവാം. ഓക്കെ. അല്ലാത്ത പക്ഷം അങ്ങനെ ആണെങ്കിൽ അവരെന്തായാലും ആ പെനാൽറ്റി കൊടുത്തേ പറ്റൂ. അത് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന ഈ പറയുന്ന ഇൻഫർമേഷൻ ഓഫീസേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസിപ്ലിനറി ആക്ഷൻസും എടുക്കുന്നുണ്ടാവും. അതായത് ഈ പറയുന്ന സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഓഫീസറോ അവർ മനഃപൂർവ്വം ഒരു അപ്ലിക്കൻ്റ് തന്നിട്ടുള്ള ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇൻഫർമേഷൻ കൊടുക്കാതെ അത് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ട് അതിൻ്റെ സമയത്ത് അത് കൊടുക്കാതെ അതിനെ വ്യതിചലിപ്പിക്കുകയോ അത് ഡിസ്ട്രോയ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ വേറെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടത്തി നശിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഓഫീസർ ആരാണെങ്കിലും അവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ നമ്മളുടെ ഈ പറയുന്ന സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ സർവീസ് റൂൾ അനുസരിച്ച് എടുക്കുന്നതായിരിക്കും. ഓക്കെ. സോ ഇതൊക്കെയാണ് നമ്മളുടെ അവകാശ നിയമങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം കൂടിയാണ്. ഓക്കെ. സോ ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ബിസിനസ് റെഗുലേഷൻ എന്നുള്ള ഈ ഒരു സബ്ജക്റ്റ് കഴിയുകയാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഇതുപോലെ എല്ലാം തീർക്കാനായിട്ട് കോപ്പറേറ്റ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനോടും ഞാൻ വളരെ നന്ദി അറിയിക്കുന്നു.
പിന്നെ അതുപോലെ തന്നെ സബ്ജക്റ്റ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓഫ് കോഴ്സ് നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ ചെറിയ പരിമിതികളൊക്കെ ഉണ്ട്. മിക്കപ്പോഴും ചിലപ്പോൾ ഞാൻ നിങ്ങളായിട്ടും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് വോയിസ് ചിലപ്പോൾ ക്ലിയർ ആവാതെ വരുന്നതും അങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൽ പ്രോബ്ലംസ്. അപ്പോൾ അത് മാക്സിമം ഞാനും റെക്ടിഫൈ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ ഇതെല്ലാം കംപ്ലീറ്റ് ആവാനായിട്ട് നിങ്ങളുടെ കോപ്പറേഷൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ നന്ദിയുണ്ട്. ഇനിയിപ്പം അടുത്ത സെമിസ്റ്ററിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഞാൻ സബ്ജക്റ്റ് വേറെ ഒന്നും എടുക്കുന്നില്ല. ഇനിയിപ്പം ഞാൻ നിങ്ങൾക്ക് പിന്നത്തെ സെമിസ്റ്ററിൽ, ദാറ്റ് ഈസ് ഇൻ 5th സെമിസ്റ്ററിൽ ഞാൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അതുവരെ എന്തായാലും എല്ലാം ഭംഗിയായിട്ട് പഠിക്കുക. ഇനി ഞാൻ പിന്നീട് സമയം കിട്ടുന്ന പോലെ ഈ ഒരു ബിസിനസ് റെഗുലേഷൻസിൽ പ്രീവിയസ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ ഒരു സബ്ജക്റ്റിലേക്ക് വേണ്ടിയിട്ട് സബ്ജക്റ്റ് പഠിച്ച് നല്ല മാർക്കോട് കൂടിയിട്ട് ഈ സബ്ജക്റ്റ് പാസ്സാകാൻ വേണ്ടി ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.